ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുവുത്ഥാനത്തിൻ്റെ സന്തോഷവും സമാധാനവും ആവേശവും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും നേരുന്നു. കർത്താവ് പട്ടാങ്ങയായി ഉത്ഥാനം ചെയ്തു. മനോഹരമായ ഒരു പഴയ പ്രാർത്ഥനയാണ്. പട്ടാങ്ങയായി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈശോ സത്യമായും ഉയിർത്തെഴുന്നേറ്റു എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഒളിമങ്ങാത്ത പ്രതീക്ഷയും നിരാശരാക്കാത്ത പ്രത്യാശയും. എന്തിനാണ് ഈശോ ഉത്ഥാനം ചെയ്തത്? ദൈവപുത്രനായ അവിടുന്ന് മനുഷ്യനായിട്ട് അവതരിച്ച് പാടുപീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റു. ഒറ്റ ഉത്തരമേ അതിനുള്ളൂ: നിത്യജീവൻ സമ്മാനമായി നൽകാൻ. മർത്യന് അമർത്യത നൽകുന്നതാണ് ഉത്ഥാനം. മരണം ചുമന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യനെ അമർത്യതയുടെ, അനശ്വരതയുടെ, നിത്യജീവന്റെ സൗഭാഗ്യത്തിലേക്ക് വിണ്ണേറ്റുകയാണ് ഈശോ തൻ്റെ ഉത്ഥാനത്തിലൂടെ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അതിമനോഹരമായ ഈസ്റ്റർ കവിത: മാംസദാഹത്തിനാൽ ഞാനീ മണ്ണിൽ ചീഞ്ഞളിയുമ്പോഴും എനിക്ക് താങ്ങുവാൻ വയ്യ നിത്യജീവന്റെ വൻവില. എങ്കിലും കണ്ണുയർത്തുന്നു ഞാൻ ഈ പുണ്യദിനത്തിൽ, നീ മാംസം ത്യജിച്ചു വിണ്ണേറും മഹത്വം കണ്ടു കൂപ്പുവാൻ. അതെ, നമ്മൾ ഓരോരുത്തരും ഈ പുണ്യദിനത്തിൻ്റെ, ഉയിർപ്പിൻ്റെ മഹത്വം കണ്ട് കൈകൂപ്പി നിൽക്കുന്ന ദിവസമാണ്. മാംസദാഹം കൊണ്ട് മണ്ണിൽ ചീഞ്ഞളിയുന്ന മനുഷ്യൻ നിത്യജീവന്റെ വിലയെക്കുറിച്ച് ചിന്തിക്കാനുള്ളവനാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഈ പ്രത്യാശയുടെ വർഷത്തിൽ ഉയിർപ്പ് തിരുനാൾ. തിരുനാളുകളുടെ തിരുനാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉത്ഥാനം നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷയും പ്രത്യാശയും നൽകുകയാണ്. രണ്ടാമതു നരജീവനും പൂർവ്വദേഹത്തോടൊന്നിച്ചിട്ട് മാനുഷർ ജീവിച്ചിടുമെന്നത് ദർശിപ്പാൻ മൂന്നാം നാൾ തവ മൃതദേഹത്തെ ജീവിപ്പിച്ചു മാനുഷർ സുഹൃതത്തിൻ ഉത്തരമറിവാനായി. അർണോസ് പാതിരി മോക്ഷപർവത്തിൽ സുന്ദരമായി കോറിയിടുന്ന വരികളാണിത്. സ്നേഹത്തിന് മരണമില്ല. യഥാർത്ഥമായ സ്നേഹം എത്ര കണ്ട് മരണത്തിന് വിധേയമായാലും അതിനപ്പുറത്തേക്ക് ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷയും വെളിച്ചവുമായി നമ്മുടെ ജീവിതങ്ങളെ പുണർന്നു നിൽക്കും. അതാണ് ഈ ഉത്ഥാനത്തിൻ്റെ എല്ലാ വേദപുസ്തക അടിസ്ഥാനങ്ങളും വിശുദ്ധ പാരമ്പര്യവുമൊക്കെ നമ്മളോട് പ്രഘോഷിക്കുന്ന യാഥാർത്ഥ്യം. മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേൽക്കുകയാണ്. ഈ മൂന്നാം ദിവസം ബൈബിളിലെ ഒരു സാങ്കേതിക പദമാണ്. ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ സ്നേഹം സഭയുടെ വിജയഭേരിയായിട്ട് മാറുകയാണ് ഉത്ഥാനത്തിൽ. മഗ്ദലന മറിയം പറയുന്നത് പോലെ, എൻ്റെ പ്രതീക്ഷയാണ് അവൻ, എൻ്റെ പ്രത്യാശയാണ്, എൻ്റെ പ്രകാശമാണ് അവൻ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റതിൻ്റെ ആ വലിയ സന്തോഷം പങ്കിടുന്ന ഈ ദിനം എത്രമാത്രം മൺജീവികളായ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ സ്വർഗത്തിലേക്ക്, വിണ്ണിലേക്ക് നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ഉയർത്തുന്നുണ്ട്. എനിക്ക് താങ്ങുവാൻ വയ്യ നിത്യജീവന്റെ വൻവില. അതെ, ക്രിസ്തു, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പറയുന്നത് പോലെ, ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ ഓരോരുത്തരെയും വിണ്ണ് ഏറ്റുന്ന ഈ ഒരു അനുഭവം തീർച്ചയായിട്ടും അവൻ പ്രാപിച്ച നിത്യജീവനിൽ പങ്കുചേർക്കാൻ തന്നെയായിരുന്നു. സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് 3 പേരെ ഈശോ ഉയിർപ്പിച്ചത്. മരണത്തിൽ നിന്ന് പുനരുജ്ജീവനം, അതായത് ഏതവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. ജായറോസിന്റെ മകൾ ബാലിക. പെട്ടെന്നുള്ള ഒരു മരണം. ഈശോ അവിടെ കടന്നു ചെന്നിട്ട് ബാലികയെ എഴുന്നേൽക്കുക എന്ന് കൈക്ക് പിടിച്ചുകൊണ്ട് അവളെ ഉയിർപ്പിക്കുകയാണ്. ബാല്യം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്ന ഒരു വ്യക്തിയാണ് നായിനിലെ വിധവയുടെ മകൻ, യുവാവ്. മനുഷ്യജീവിതത്തിന്റെ ബാല്യം പിന്നിട്ട് യൗവനത്തിലേക്കെത്തിയ ഈ മനുഷ്യൻ, ഈശോ അവന്റെ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് പോകുന്നിടത്ത് ചെന്ന് ആ മഞ്ചത്തിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, യുവാവേ എഴുന്നേൽക്കുക. അങ്ങനെ അവന്റെ അമ്മയ്ക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈശോയാണ് നമ്മുടെ ഉത്ഥാനവും നമ്മുടെ പ്രതീക്ഷയും നമുക്ക് ജീവൻ നൽകുന്നവനും എന്ന സുവിശേഷം അടിവരയിടുകയാണ്. മനുഷ്യജീവിതത്തിന്റെ ബാല്യം, യൗവനം, മൂന്നാമത്തെ ഘട്ടം വാർദ്ധക്യം, ലാസർ.
യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം. ലാസറിന്റെ കുഴിമാടത്തിങ്കലേക്ക് ഈശോ കടന്നു ചെല്ലുകയാണ്. ബാലിക പെട്ടെന്ന് മരിച്ചു. യുവാവ് മരിച്ച് അവനെ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് അടക്കാൻ കൊണ്ടുപോകുന്നു. 3-ാമത്തെ മരണം മരിച്ചതിന് ശേഷം 4 ദിവസങ്ങൾ പിന്നിട്ട മരണം. ആ കല്ലറയിലേക്കാണ് ഈശോ കടന്നു ചെന്നിട്ട് ലാസറേ പുറത്തു വരിക എന്ന് പറയുന്നത്. ഇതാണ് ഈശോ നമുക്ക് നൽകുന്ന പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, ഉത്ഥാനം നൽകുന്ന ജീവന്റെ തുടിപ്പുകൾ. നിത്യജീവന്റെ വൻ വില എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ മാംസം ത്യജിച്ച് വിണ്ണേറുന്ന മഹത്വം കണ്ട് കൈകൂപ്പാൻ, നിത്യജീവന്റെ വൻ വിലയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരു ഈസ്റ്റർ ആവട്ടെ നമ്മുടേത്. കാരണം ചുറ്റുവട്ടങ്ങളിൽ മുഴുവൻ മരണം മണക്കുകയാണ്. ആത്മഹത്യകളായും മനുഷ്യനെ വെറും ഡാറ്റകളായി അധപ്പതിപ്പിച്ചും ലഹരി ഇങ്ങനെ പടർന്നു പിടിച്ചും പരസ്പര സ്നേഹവും ആദരവും നഷ്ടപ്പെട്ട് മനുഷ്യനായിട്ട് തീരാതെ വല്ലാത്ത മൃഗീയ വാസനകളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടം തീർച്ചയായിട്ടും നമുക്ക് നൽകുന്ന അനശ്വരതയെ ധ്യാനിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കണം. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് പോലെ, വി ആർ ഈസ്റ്റർ പീപ്പിൾ ആൻഡ് ഹല്ലേലൂയ ഈസ് അവർ സോങ്. അതെ, നമ്മൾ ഉത്ഥാനത്തിൻ്റെ മനുഷ്യരാണ്. ഹല്ലേലൂയ ആണ് നമ്മുടെ ഗീതം. ഈ ഒരു തിരിച്ചറിവ് ഈ ഭൂവിന് ഒരു മേലാപ്പ് തീർത്ത്, ഒരു പച്ച പടർപ്പ് നൽകി ഉത്ഥാനത്തിൻ്റെ ജീവന്റെ പ്രതീക്ഷ കൊടുക്കാൻ നമുക്കാവട്ടെ. അമ്മയുടെ ഉദരം മുതൽ കുഴിമാടം വരെ മനുഷ്യൻ ഇന്ന് നേരിടുന്ന മരണകരമായ ജീവിതത്തിൻ്റെ തലങ്ങളിൽ അവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ ഉത്ഥാനം വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകട്ടെ. വിണ്ണിനെ നോക്കാൻ, അനശ്വരമായ ഒരു ജീവൻ സമ്മാനമായി നൽകിയവനെ ആരാധിക്കാനുള്ള ആ വലിയ തിരിച്ചറിവുണ്ടാകട്ടെ. ഒരുപക്ഷെ ഈ കാലഘട്ടം അല്പം കൂടി ഈ മണ്ണിൽ നിന്ന്, മാംസദാഹത്തിൽ നിന്നുയർന്ന് വിണ്ണിനെക്കുറിച്ച് ധ്യാനിക്കാനും ചിന്തിക്കാനും സാധിച്ചാൽ ഒരുപക്ഷെ അതാണ് ഉയിർത്തെഴുന്നേൽപ്പ്. സ്പേസിലേക്ക് പോയ ബുച്ച് വിൽമോർ പറഞ്ഞ മനോഹരമായ കാര്യം, ഞാൻ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ട ശാസ്ത്രലോകത്തിൻ്റെ കാഴ്ചയ്ക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ: വിണ്ണിൽ നിന്ന് വരുന്ന ഒരു ശക്തിയുടെ അത്ഭുത സവിശേഷതകളാണ് ഈ പ്രപഞ്ചവും ഈ അണ്ഡകടാഹവും മുഴുവൻ. അതെ, ശാസ്ത്രവും പ്രകൃതിയും പ്രപഞ്ചവും മനുഷ്യരുമെല്ലാം ഒരുമിച്ച് ചേർന്ന് ഈ മഹത്വപൂർണമായ ഉത്ഥാനത്തിലേക്ക് കണ്ണ് നടുമ്പോഴാണ്, ആ മഹത്വം കണ്ട് കൈകൂപ്പുമ്പോഴാണ് നമ്മിലെ ഈ നിത്യജീവന്റെ അനുരണനങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിലും മറ്റെല്ലായിടത്തും പകർന്നു കൊടുക്കാൻ, പങ്കിടാൻ നമുക്ക് സാധിക്കുക. അങ്ങനെ യഥാർത്ഥമായ ഒരു ഉത്ഥാനത്തിൻ്റെ ചൈതന്യം, വിചാരം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും നിറച്ചുകൊണ്ട് ചൈതന്യവത്തായ ഒരു ഈസ്റ്റർ നമുക്ക് ഘോഷിക്കാം. മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാനും മനുഷ്യന് മഹത്വം നൽകിയ ദൈവത്തെ ആരാധിക്കാനും, അങ്ങനെ സത്യദൈവമാകുന്ന മേൽക്കൂരയുടെ കീഴിൽ മാനവരാശി മുഴുവൻ സ്നേഹത്തിൽ ഒരുമിക്കാനും സാധിക്കട്ടെ. ഈ പ്രപഞ്ചവും പ്രകൃതിയുമെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും പരാപര പ്രേമത്തിൻ്റെയും ചൈതന്യത്തിൽ നിറഞ്ഞു വിലസട്ടെ. ഉത്ഥിതന്റെ ജീവനും സമാധാനവും ശാന്തിയും സമൃദ്ധിയും കൊണ്ട് നമ്മൾ ഓരോരുത്തരും സമ്പന്നരാകട്ടെ. ഹല്ലേലൂയ.